ശ്രീ വി ഡി സതീശൻ പേഴ്സണൽ സ്റ്റാഫിലെ എണ്ണത്തെ കുറച്ചു കൊണ്ടുവരാൻ പോകുമ്പോൾ പലരും പിണങ്ങും. ഘടകകക്ഷികൾ ഉൾപ്പെടെ വാളോങ്ങി നിൽക്കും. സാധിക്കുമോ? അത് സാധിച്ചാൽ കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രി എന്ന പേരെടുക്കും. പിണറായി വിജയന്റെ കോൺഗ്രസിലെ പ്രതിരൂപമായി അക്കാര്യത്തിലൊക്കെ മാറും. പിണറായി അക്കാര്യത്തിലൊന്നും സംയമനം പാലിച്ചില്ല, മറ്റു കാര്യത്തിൽ ചില ചാട്ടവാറെടുത്തു. അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു പിണറായി സ്റ്റൈൽ ഉണ്ടാവുമോ? ചില കാർക്കശ്യങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവുമെന്നാണ്. ആ കാർക്കശ്യം പാർട്ടിയിലെ പലരെയും വെറുപ്പിക്കും. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അച്യുതാനന്ദൻ ഉണ്ടായതുപോലെയുള്ള ഒരു ഇതിഹാസ നായകൻ്റെ പരിവേഷം ഉണ്ടാകും. ചില എൻവയോൺമെൻറ്റൽ പോരാട്ടം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഹരിത MLA ആയിരുന്നല്ലോ മുൻപ്. ഈ വി ഡി സതീശനും അതുപോലെ കൂടെ നിന്ന ചിലരും ചേർന്നാണല്ലോ ഹരിത MLA മാർ എന്നൊരു 10 വർഷം മുൻപ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സമാനമായ രീതിയിൽ ചില പോരാട്ടങ്ങൾ, മണ്ണ് അല്ലെങ്കിൽ ജലം, കാട്, അവിടൊക്കെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ചില അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധം, ജനകീയ പോരാട്ടം നടത്താൻ പാർട്ടിയെതിരായി വന്നാലും MLA-മാരിൽ ചിലരെതിരായി വന്നാലും മതസംഘടനകളെതിരായി വന്നാലും ജനങ്ങളെ കൂടെ നിർത്താൻ കഴിഞ്ഞതാണ് സതീശൻ്റെ ഇതുവരെയുള്ള വിജയം. നാളുകളിലും അത് ആവർത്തിക്കും എന്നാണ് സതീശൻ ശൈലിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, വിടുവാ പറയരുത് എന്നതുകൊണ്ട് 5 ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒരെണ്ണമെങ്കിലും നടത്തി. 1-ാം ക്യാബിനറ്റിൽ, പിണറായിക്ക് ശേഷം വരുന്ന 1-ാം ക്യാബിനറ്റാണ്, സതീശൻ 1-ാം ക്യാബിനറ്റാണ്. ആ ക്യാബിനറ്റിൽ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഒരു കാര്യമെങ്കിലും അർഹരായ സ്ത്രീകൾക്ക് ബസ്സിൽ സഞ്ചരിക്കാനുള്ള സൗജന്യ യാത്ര അത് ഉറപ്പാക്കുന്ന ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യായമായും 1000 രൂപ കുട്ടികൾക്ക്, അത് മറ്റൊരു ഗ്യാരണ്ടിയാണ്. 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് സ്കീം ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ളത്. അതുപോലെ മറ്റ് ലോൺ, 5 ലക്ഷം രൂപയുടെ ലോൺ, തൊഴിൽ തുടങ്ങാൻ, ഇതൊക്കെ കാലക്രമത്തിൽ അനുവദിക്കുകയും ക്ഷേമ പെൻഷൻ 3000 രൂപ ഇപ്പോൾ 2000-ൽ നിന്നും ഒറ്റയടിക്ക് 3000 ആക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതാരും പ്രതീക്ഷിക്കുന്നതുമില്ല. ഒരുപക്ഷെ ഒരു ടോക്കൺ റൈസ് കൊണ്ടുവരികയും ചെയ്താൽ ആദ്യ മന്ത്രിസഭാ യോഗം ഉഷാറാവും. അത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ല എങ്കിൽ ആദ്യം തന്നെ സതീശൻ പ്രതിരോധത്തിൽ പോകേണ്ടി വരും. വി ഡി സതീശൻ അത് ആഗ്രഹിക്കുന്നില്ല. സോ ലോഞ്ച് എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു. അതാണ് സതീശൻ ശൈലി. അതുകൊണ്ട് ശൈലി മാറ്റം, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നിന്നും ലേശം വ്യത്യസ്തമായ, എന്നാൽ നിലപാടുകളുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത, കാരണം നിലപാടുള്ളത് കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. നിലപാട് ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഗ്രൂപ്പ് കളിച്ച് പോയനെ. ഗ്രൂപ്പ് വേണ്ട എന്നതും അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. താൻ ഒറ്റയ്ക്ക് മതി. അവിടെയാണ് ഇത് വിജയൻ്റെ ആണെന്ന് തോന്നുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, സിംഗം സിംഗിളായി താൻ വരും എന്ന് പറഞ്ഞാൽ അത് സിംഗിളായി, ഇത് ഒരു കൂട്ടം കൂടി വരേണ്ട കാര്യമില്ല. ലയൺ സിംഗിളായി തന്നെ വന്നാൽ മതി. മാത്രമല്ല ലേറ്റസ്റ്റ് മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ രജനീകാന്തും ഒക്കെ പറഞ്ഞ് പഴകില്ലേ. അപ്പം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി താൻ വരുവേൻ എന്ന് പറഞ്ഞാൽ സ്വല്പം വൈകിയാണ് സതീശൻ എത്തിയത്. എത്തപ്പെട്ടത് പക്ഷേ ലേറ്റസ്റ്റായ മാസ് എൻട്രിയാണ്. ഇപ്പോൾ വിജയ് അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, ഇപ്പുറത്ത് സതീശന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, രണ്ടും ജനഹൃദയത്തിൽ വലിയ സ്ഥാനമുള്ള മുഖ്യമന്ത്രിമാരാണ്. ഒരു 1.5 പണിയാണ് BJPക്ക് 2 മുഖ്യമന്ത്രിമാർ. ഇവരെയൊക്കെ ഒന്ന് കൊണ്ട് നടക്കണമെങ്കിൽ വിജയ് വഴങ്ങിയാലും ഒരു പക്ഷേ സതീശൻ വഴങ്ങാനുള്ള സാധ്യത ഞാനിപ്പോൾ കാണുന്നില്ല. കാരണം അത് നിലപാടാണ്. ആ നിലപാട് മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാമെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ പിടിച്ചിരിക്കാനും ആ നിലപാടുകൾ സതീശന് തുണയാവും എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ടാണ് ആ ശൈലിയെക്കുറിച്ച് പറഞ്ഞത്. മറുപക്ഷത്ത് പിണറായി എന്ത് ശൈലിയായിരുന്നു സ്വീകരിക്കുക? പഴയ ശൈലി. മുഖ്യമന്ത്രിയായി ഒരുപക്ഷെ വാഴുന്നവരുടെ ശൈലി ഒരുപക്ഷെ കാട്ടൊക്കെ പുറത്തു എന്ന്, അല്ലെങ്കിൽ ചെറ്റത്തരം കാട്ടരുത് എന്നും, ചോദ്യം ചോദിക്കരുത്, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നും പറയും. പ്രതിപക്ഷ നേതാവിന് അമ്മാതിരി പ്രയോഗങ്ങളൊന്നും പറ്റില്ല. പ്രതിപക്ഷ നേതാവിന് വേണ്ടത് ചടുലതയാണ്. മനസ്സിൻ്റെ ചടുലത, ശരീരത്തിൻ്റെ ചടുലത, നാക്കിൻ്റെ ചടുലത. ഇത് 3ഉം സമന്വയിപ്പിക്കാൻ പിണറായി വിജയന് കഴിയുമോ? സംശയമാണ്. ഒരു നല്ല മുഖ്യമന്ത്രി നല്ല പ്രതിപക്ഷ നേതാവാകണമെന്നില്ല. തിരിച്ചു സംഭവിക്കാം. നല്ല പ്രതിപക്ഷ നേതാവിന് നല്ല മുഖ്യമന്ത്രിയാകാം. പിണറായി അല്ലായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ്, അച്യുതാനന്ദനായിരുന്നല്ലോ. എന്തൊന്നാന്തരം പ്രതിപക്ഷ നേതാവായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിലും മോശമാക്കിയില്ലല്ലോ. പക്ഷേ പിണറായി വിജയൻ, 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയൻ
പ്രതിപക്ഷ നേതാവായി നിൽക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ജനങ്ങൾക്ക് നൽകുന്നത്? അടുത്തൊരു അംഗത്തിന് കൂടെ ബാല്യം അദ്ദേഹത്തിനുണ്ടാകുമോ? പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ പാർട്ടിയെ നയിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ മുഖമല്ലേ അടുത്ത തവണ വോട്ടർമാർ കാണേണ്ടത്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനെ കണ്ടതുപോലെ അങ്ങനെ കാണാൻ കൊള്ളാവുന്നൊരു മുതലാണോ ശ്രീ പിണറായി വിജയൻ എന്ന ചോദ്യം ന്യായമായും ചോദിക്കാം. പലരും ചോദിക്കും, പാർട്ടിക്കുള്ളിൽ ഇപ്പം രഹസ്യമായും നാളുകളിൽ അത് പരസ്യമായും ചോദിക്കും. എൻ്റെ ചിന്ത ഇങ്ങനെയാണ്: 5 വർഷം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പിണറായി വിജയൻ തികയ്ക്കാനുള്ള സാധ്യത കാണുന്നില്ല. പിണറായിസ്റ്റ് മോൾഡിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പുറത്തു വന്നാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങളിൽ ജൈവികമായി ഉണ്ടായി വന്ന ഓർഗാനിക്കായി ലഭിച്ച പിന്തുണയെ ഇലക്ട്രൽ വിക്ടറിയാക്കി മാറ്റാൻ കഴിയൂ. അല്ലെങ്കിൽ ഭൂതകാലം ഹോണ്ട് ചെയ്യും നിശ്ചയം. ശൈലി മാറ്റമൊന്നും പിണറായിക്ക് പറ്റില്ല, ഒരു രീതിയിലും പറ്റില്ല. ഈ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ സ്വന്തം പാർട്ടിക്കാരെ ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടിക്കാരെ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. തസ്തികൾ കൊടുത്താൽ മതി, സ്വജനപക്ഷപാതം മതി, വീരാരാധന ഒരുപാടുണ്ടാകും. ഈ പാണന്മാർ പാടി നടക്കും പിണറായിയുടെ വീരഗാഥകൾ. ഈ തെയ്യത്തിൻ്റെ രൂപത്തിലും തിറയുടെ രൂപത്തിലും കഥകളിയുടെ രൂപത്തിലും അല്ല എങ്കിൽ മറ്റു വാഴ്ത്തുപാട്ടുകളുടെ രൂപത്തിലും തിരുവാതിര കളിയുടെ രൂപത്തിലും ഒക്കെ തന്നെ ഉണ്ടാവും. തിരുവാതിര കളിക്കാവുന്ന ഒരു ശൈലിയിലല്ല പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത്. അവിടെ വാഴ്ത്തുപാട്ടുകൾക്ക് വലിയ സ്ഥാനമില്ല. അവിടെ ജനം കമ്പയർ ചെയ്യുന്നത് ഉഗ്രപ്രതാപിയായിരുന്ന VD സതീശനോടൊപ്പം നിൽക്കാൻ പിണറായി വിജയന്, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വേഴ്സസ് പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ എന്ന രീതിയിൽ ഒരു കമ്പാരിസൺ വരുമ്പോൾ ശ്രീ പിണറായി വിജയൻ എവിടെ നിൽക്കും? നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ പോലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി 5 വർഷം തുടരണമെന്ന് ആഗ്രഹിക്കില്ല. ദർ ഇസ് എ ടോട്ടൽ കോൺട്രാസ്റ്റ്. മുഖ്യമന്ത്രി ജനകീയൻ, മുഖ്യമന്ത്രി വീരനായകൻ, മുഖ്യമന്ത്രി ജനകീയ പ്രഖ്യാപനങ്ങളുമായി, സന്ധിയില്ലാ നിലപാടുകളുമായി, ഇനി വേണ്ടി വന്നാൽ അംഗം വെട്ടാൻ തന്നെ, അത് സതീശൻ ശൈലിയിൽ അംഗം വെട്ടാൻ തന്നെ തയ്യാറായി ജനങ്ങളെ കൂടെ നിർത്തി ഒരു പോക്ക് അങ്ങോട്ട് പോയാൽ പ്രതിപക്ഷ നേതാവ് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ മാത്രം ശ്രമിക്കേണ്ട അവസ്ഥ വന്നാൽ ഇപ്പോൾ തന്നെ ദുർബലം അല്ലേ? ദുർബലം. 35 സീറ്റുകൾ മാത്രം. കഴിഞ്ഞ പ്രാവശ്യം ഈ UDFന് 40-42 സീറ്റുണ്ടായിരുന്നു. LDFന് 35 സീറ്റേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പെരുമാറാൻ കഴിയുക? വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷമായി ഇരുന്നപ്പോൾ ശിവൻകുട്ടിയുടെ ശിവതാണ്ഡവമൊക്കെ കണ്ടു ബെഞ്ചിൻ്റെ മുകളിലൂടി, മാണി സാറിൻ്റെ ബഡ്ജറ്റ് അവതരണ വേളയിലൊക്കെ. അതുപോലെ ഒരു കസരത്ത് കാണിക്കണമെങ്കിൽ അന്ന് 10-68 മെമ്പർമാരുണ്ടായിരുന്നു ഇടതുപക്ഷത്ത്. ഇപ്പോഴത് 35 ഉള്ളൂ. അത് വെച്ച സഭയ്ക്കുള്ളിൽ കൊടുങ്കാറ്റാകാനൊക്കെ കഴിയും. പക്ഷേ എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുമെന്നത് വളരെ വളരെ സംശയകരമാണ്. അതുകൊണ്ട് പിണറായി വിജയൻ ദ ഓപ്പോസിഷൻ ലീഡർ വേഴ്സസ് ദി ചീഫ് മിനിസ്റ്റർ ഡെസിഗ്നേറ്റ് മിസ്റ്റർ VD സതീശൻ, അതൊരു ആംഗിൾ. അതുപോലെ VD സതീശൻ ദ ഓപ്പോസിഷൻ ലീഡർ വേഴ്സസ് VD സതീശൻ ദ ചീഫ് മിനിസ്റ്റർ, അത് മറ്റൊരു ആംഗിൾ. പിണറായി വിജയൻ ദ ചീഫ് മിനിസ്റ്റർ വേഴ്സസ് പിണറായി വിജയൻ ദി ഓപ്പോസിഷൻ ലീഡർ. ഈ 3 തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ സംസാരം മാത്രമായിരുന്നു, ഒരു ചെറിയ അനാലിസിസ് മാത്രമായിരുന്നു ഇത്. നാളെ കാണാൻ പോകുന്ന ഒരു ശൈലിയുടെ ആദ്യ ചിത്രം, ഞാൻ കണ്ട ചിത്രം സ്നേഹമുള്ള പ്രേക്ഷകരോട്, പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ പങ്കുവച്ചു എന്നു മാത്രം. താങ്ക് യു.